അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങി ബീഹാർ. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിൽ. ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുകയാണ്. BJPയുടെ ശക്തമായ കേന്ദ്രങ്ങളായിട്ടുള്ള ചമ്പാരൻ മേഖല കൂടാതെ മധുബനി, കിഷൻഗഞ്ച് തുടങ്ങിയ ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ ബീഹാറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ബീഹാറിൽ വോട്ടെടുപ്പതിന്റെ അവസാന ലാപ്പിലാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കുമ്പോൾ മുന്നണികൾ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? പ്രത്യേകിച്ച് NDA സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിന്റെ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടർച്ചയായി NDA ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനാൽ ഈ തവണ കൂടി ഒരു അധികാര തുടർച്ച എന്നതാണല്ലോ BJPയും JDUവും ഉൾപ്പെടെയുള്ള NDAയുടെ കക്ഷികൾ അവിടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം ഇന്ത്യ സഖ്യത്തിന്റെ മഹാഗഠബന്ധന്റെ ഈ ഘട്ടത്തിലെ അവസ്ഥ എന്താണ്? പറയൂ ജിഷ്ണു. ഗൗതം, ബീഹാറിൽ ദിവസങ്ങൾ നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ കൊടിയിറങ്ങിയിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ പ്രചാരണം ആരംഭിച്ച, ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്നലെ വൈകിട്ടോടുകൂടി കൊടിയിറങ്ങിയത്. അതിൽ രാഷ്ട്രീയപരമായി വിലയിരുത്തുമ്പോൾ പ്രചാരണ രംഗത്ത് വ്യക്തമായ മേൽക്കൈ നേടാൻ BJPയും JDUവും LJPയും HAMഉം നേതൃത്വം നൽകുന്ന NDAക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ കൃത്യമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടു. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുശാസൻ ബാബു എന്ന പേരിൽ അത്രയധികം ജനകീയമായിട്ടുള്ള നിതീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഈ രണ്ട് വ്യക്തികളുടെയും ഒപ്പം ചിട്ടയാർന്ന പ്രചാരണ പ്രവർത്തനത്തിലൂടെയും വളരെ കൃത്യമായി മേൽക്കൈ നേടാൻ NDAക്ക് സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഒപ്പം മറുഭാഗത്ത് RJD അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടുണ്ട്. ഗോപാൽഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ RJDയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പരമ്പരാഗത യാദവ് വോട്ടുകൾ കൂടുതലുള്ള പ്രദേശങ്ങളിലും ഭരണമാറ്റം അനിവാര്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ RJD അതിശക്തമായ പ്രചാരണം നടത്തി. പക്ഷേ മുന്നണി എന്നുള്ള രീതിയിലാണല്ലോ മത്സരിക്കുന്നത്. അതായത് NDA മുഴുവൻ ഘടകകക്ഷികളും ഒന്നിനൊന്ന് ശക്തമായി പ്രചാരണം നടത്തിയപ്പോൾ ഇന്ത്യ മുന്നണിയിൽ മഹാഗഠബന്ധനിൽ RJD അതിശക്തമായി പ്രവർത്തിച്ചു. പക്ഷേ പ്രതീക്ഷയ്ക്ക് ഉയരാനോ RJDക്കൊപ്പം മുൻപോട്ട് പോകാനോ ജനപിന്തുണ നേടിയെടുക്കാനോ കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും സാധിച്ചില്ല. CPI-MLും CPIയും CPMും ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ, കോൺഗ്രസ്, ഇവർക്ക് ഈ ഘടകകക്ഷികൾക്കൊന്നും തന്നെ ഇന്ത്യ മുന്നണിയിൽ അത്രയധികം ജനസ്വാധീനം നേടിയെടുക്കാനോ പ്രചാരണത്തിൽ ശക്തമായി മുൻപോട്ട് പോകാനോ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് രാഹുൽ ബീഹാറിലെ വിഷയങ്ങൾ വിട്ടുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളും എടുത്തുകൊണ്ട് ഊന്നിക്കൊണ്ട് പ്രചാരണം നടത്താൻ രാഹുലിന് സാധിച്ചിട്ടില്ല എന്ന വലിയ വിമർശനം ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ RJDയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ രാഹുൽ ഉന്നയിച്ച വോട്ട് ചോരി എന്ന ആരോപണം ഒരു തവണ പോലും ഒരു വേദിയിൽ പോലും ഉപയോഗിക്കാൻ തേജസ്വി യാദവോ RJDയോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനും ഇടതു പാർട്ടികളുടെയും ക്ഷീണം ഇന്ത്യ മുന്നണിയുടെ ആകെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് 100-നടുത്തേക്ക് സീറ്റുകൾ വരെ പരമാവധി ഇന്ത്യ മുന്നണി എത്തും. 120 വരെ 140 വരെ സീറ്റുകൾ NDAയും എത്തും എന്ന് അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ നിരീക്ഷകരും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നറിയാൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ 20 വർഷമായി സംസ്ഥാനത്ത് NDA ഭരണമാണുള്ളത്, നിതീഷ് കുമാർ സർക്കാരാണുള്ളത്. ഈ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, വോട്ടെടുപ്പിൽ ജനങ്ങൾ എന്ത് തീരുമാനിച്ചു എന്നറിയാൻ 14-ാം തീയതി വരെ കാത്തിരിക്കണം. 14-നാണ് ഫലപ്രഖ്യാപനം. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ വോട്ടെടുപ്പ് നടക്കും. പ്രത്യേകിച്ച് കർഷകർ കൂടുതലുള്ള പ്രദേശങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ബീഹാറിന്റെ നഗരപ്രദേശങ്ങൾ, സെൻട്രൽ മേഖല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇത് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. ഇന്നത്തെ ഈ പകലും ഇന്നത്തെ ഈ രാത്രിയും കഴിഞ്ഞാൽ നാളത്തെ സൂര്യോദയത്തിൽ ബീഹാറിലെ 122 മണ്ഡലങ്ങൾ അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് 14-ാം തീയതിയാണ് ഈ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുന്നത്. പട്നയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് നാളെ നടക്കാൻ പോകുന്ന രണ്ടാം ഘട്ട ഫേസിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.